മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ സംരംഭകമായ ട്രംപ് ഗോൾഡ് കാർഡ് ലോകമെമ്പാടും പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളിൽ വലിയ താൽപര്യം സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുകയാണ്. രാജ്യത്തിന്റെ ട്രഷറിയിലേക്ക് പണം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ പുറത്തിറക്കിയ ഈ കാർഡ് $50 ലക്ഷം വിലമതിക്കുന്നുണ്ട്. ഇത് വെറും ഒരു നിക്ഷേപം എന്നതിലുപരി അമേരിക്കയിൽ സ്ഥിരതാമസത്തിനുള്ള അനുമതി നൽകുന്ന ലോകത്തിലെ ഏറ്റവും ചെലവേറിയ റെസിഡൻസ് പെർമിറ്റുകളിൽ ഒന്നായി മാറിക്കഴിഞ്ഞു. എന്നാൽ ഈ പദ്ധതിയെക്കുറിച്ച് വലിയ പ്രതീക്ഷകളും അതുപോലെ ആശങ്കകളും നിലവിലുണ്ട്. അമേരിക്കൻ ഇൻവെസ്റ്റ്മെന്റ് കമ്പനികളുടെ റിപ്പോർട്ടുകൾ പ്രകാരം ട്രംപ് ഗോൾഡ് കാർഡ് സ്വന്തമാക്കാൻ ഗൾഫ് രാജ്യങ്ങളിലെ കോടീശ്വരന്മാർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഈ കാർഡിനായുള്ള അപേക്ഷകൾ ക്ഷണിച്ചു തുടങ്ങിയ ജൂൺ 12 മുതൽ താല്പര്യമുള്ളവർക്കായി ആരംഭിച്ച വെബ്സൈറ്റിൽ ഇതിനോടകം 70,000-ലധികം പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. യൂറോപ്പ്, ആഫ്രിക്കൻ രാജ്യങ്ങളെക്കാൾ കൂടുതൽ താല്പര്യം കാണിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ്. UAE, സൗദി അറേബ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള ധനാഢ്യർ ഇതിനകം തന്നെ കാർഡ് സ്വന്തമാക്കാൻ മുന്നോട്ട് വന്നിട്ടുമുണ്ട്. കൂടാതെ സിംഗപ്പൂർ, ചൈന, ഹോങ്കോങ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരും താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. മൊത്തം കാർഡുകളുടെ 50% മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ളവർ വാങ്ങുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇത് ട്രംപിന്റെ വ്യക്തിപരമായ സ്വാധീനത്തെയും അമേരിക്കൻ റെസിഡൻസിക്കായുള്ള ആഗോള ഡിമാൻഡിനെയും എടുത്തു കാണിക്കുന്നുണ്ട്. അടുത്ത 3 ആഴ്ചയ്ക്കുള്ളിൽ കാർഡ് ഔദ്യോഗികമായി പുറത്തിറങ്ങുമെന്നാണ് സൂചന. ഈ കാർഡിനായി നൽകുന്ന $50 ലക്ഷം തിരിച്ചു കിട്ടാത്ത ഒരുതരം പ്രീമിയം ഫീസ് ആയാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് അമേരിക്കയിൽ ഒരു നിക്ഷേപമായി പരിഗണിക്കില്ലെന്നും മറിച്ച് സ്ഥിരമായ റെസിഡൻസ് പെർമിറ്റ് നൽകുന്നതിനുള്ള ഒരു ഫീസ് ആയിരിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കാർഡ് വഴി പൗരത്വം ലഭിക്കില്ലെന്നതും ശ്രദ്ധേയമാണ്. കാർഡ് ഉടമയ്ക്കും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും അമേരിക്കയിൽ സ്ഥിരതാമസത്തിനുള്ള അനുമതി ലഭിക്കുമെന്നതാണ് പ്രധാന ആകർഷണം. അപേക്ഷകരുടെ സാമ്പത്തിക സാമൂഹിക പശ്ചാത്തലം കൂടി വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും. ആർമൻഡ് ആർട്ടൺ പറയുന്നതനുസരിച്ച് ഇത് ലോകത്തിലെ ഏറ്റവും ചെലവേറിയ റെസിഡൻസ് പെർമിറ്റുകളിൽ ഒന്നാണ്. ട്രംപ് ഗോൾഡ് കാർഡിനോടുള്ള ഈ അമിതമായ താല്പര്യത്തിന് പല കാരണങ്ങളുണ്ട്. ലോകമെമ്പാടുമുള്ള പലർക്കും അമേരിക്കയിൽ ജീവിക്കുക എന്നത് ഒരു വലിയ സ്വപ്നമാണ്. മികച്ച ജീവിത നിലവാരം, വിദ്യാഭ്യാസം, അവസരങ്ങൾ, ബിസിനസ് സാധ്യതകൾ എന്നിവയെല്ലാം ഈ സ്വപ്നത്തിന് പിന്നിലുണ്ട്. വലിയ സാമ്പത്തിക ശേഷിയുള്ളവർക്ക് നിലവിലുള്ള സങ്കീർണമായ കുടിയേറ്റ നടപടികളെ മറികടന്ന് പെട്ടെന്നൊരു സ്ഥിര താമസാനുമതി നേടാനുള്ള എളുപ്പവഴിയായി ഇത് തോന്നാം. അതോടൊപ്പം സാമ്പത്തിക സുരക്ഷിതത്വം. പല രാജ്യങ്ങളിലും നിലനിൽക്കുന്ന രാഷ്ട്രീയ അസ്ഥിരതയും സാമ്പത്തിക അരക്ഷിതാവസ്ഥയും കാരണം ധനികർക്ക് തങ്ങളുടെ സമ്പത്ത് സംരക്ഷിക്കാനും മികച്ച ഭാവിക്കായി നിക്ഷേപിക്കാനും സുരക്ഷിതമായ ഒരിടം ആവശ്യമാണ്. അമേരിക്ക പോലുള്ള സാമ്പത്തികമായി സുസ്ഥിരമായ ഒരു രാജ്യത്ത് റെസിഡൻസി നേടുന്നത് അവർക്ക് വലിയ ആശ്വാസം നൽകും. അതോടൊപ്പം ട്രംപിന്റെ ബ്രാൻഡ് മൂല്യം. ഡൊണാൾഡ് ട്രംപിന്റെ പേരിനും അദ്ദേഹത്തിന്റെ ബ്രാൻഡിനും ആഗോളതലത്തിൽ വലിയ സ്വാധീനമുണ്ട്. അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരും അദ്ദേഹത്തിൽ വിശ്വാസമർപ്പിക്കുന്നവരും ഈ പദ്ധതിയെ ഒരു വിശ്വസനീയമായ അവസരമായി കണ്ടേക്കാം. അതോടൊപ്പം ധാരാളം ബിസിനസ് അവസരങ്ങൾ. അമേരിക്കൻ വിപണിയിലെ സാധ്യതകളും ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി എന്ന നിലയിൽ അമേരിക്ക വാഗ്ദാനം ചെയ്യുന്ന ബിസിനസ് അവസരങ്ങളും പല നിക്ഷേപകരെയും ആകർഷിക്കുന്നുണ്ട്. എന്നാൽ ഇതോടൊപ്പം ആശങ്കകളും ചോദ്യചിഹ്നങ്ങളും നിരവധിയാണ്. ഈ പദ്ധതി വലിയ പ്രതീക്ഷകൾ നൽകുന്നുണ്ടെങ്കിലും അതിന്റെ വിശ്വാസ്യതയെക്കുറിച്ച് വിമർശകരിൽ നിന്നും ചില ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ട്. ട്രംപ് പ്രഖ്യാപിച്ച ഈ ഗോൾഡ് കാർഡ് ഭാവിയിൽ അമേരിക്കയിൽ ഭരണമാറ്റം വന്നാൽ റദ്ദാക്കപ്പെടുമോ എന്ന ആശങ്കയാണ് പ്രധാനമായും നിലനിൽക്കുന്നത്. $50 ലക്ഷം തിരിച്ചു കിട്ടാത്ത പണമായതുകൊണ്ട് കാർഡ് റദ്ദാക്കപ്പെട്ടാൽ ഈ തുക നഷ്ടപ്പെടുമോ എന്ന ഭയവും ചിലർക്കുണ്ട്. അതോടൊപ്പം നൽകുന്ന വലിയ തുകയ്ക്ക് വ്യക്തമായ ഒരു ഗ്യാരണ്ടി ഇല്ലെന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഒരു നിക്ഷേപം അല്ലാത്തതുകൊണ്ട് സാമ്പത്തികമായ ഒരു സുരക്ഷയും ഇത് വാഗ്ദാനം ചെയ്യുന്നില്ല. ഇത്തരമൊരു പദ്ധതിക്ക് അമേരിക്കൻ കുടിയേറ്റ നിയമങ്ങളുടെ കീഴിൽ എത്രത്തോളം സാധ്യതയുണ്ടെന്ന് ചില നിയമവിദഗ്ധർ ചോദ്യം ചെയ്യുന്നുണ്ട്. നിലവിലുള്ള നിയമങ്ങൾക്കനുസൃതമായിട്ടാണോ ഇത് പ്രവർത്തിക്കുന്നത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ലായ്മയുമുണ്ട്. എന്നിരുന്നാലും ആർട്ടൺ ക്യാപിറ്റൽ ഈ ആശങ്കകളെ തള്ളിക്കളയുന്നുണ്ട്. അമേരിക്കൻ നിയമം അനുസരിച്ച് ഒരു സർക്കാർ നടപ്പാക്കിയ പദ്ധതി അടുത്ത സർക്കാർ റദ്ദാക്കില്ലെന്നാണ് അവർ വിശദീകരിക്കുന്നത്. പദ്ധതി നിർത്തിവെക്കാൻ സാധിക്കുമെങ്കിലും അതുവരെ അനുവദിച്ച കാർഡുകൾ റദ്ദാക്കില്ലെന്നും അവർ ഉറപ്പു നൽകുന്നുണ്ട്. എന്നാൽ ഈ വാദത്തിന് എത്രത്തോളം നിയമപരമായ പിൻബലമുണ്ടെന്ന് വരും കാലങ്ങളിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ട്രംപ് ഗോൾഡ് കാർഡ് ഒരു വശത്ത് രാജ്യത്തിന്റെ ഖജനാവിനെ സമ്പന്നമാക്കാനുള്ള ഒരു തന്ത്രപരമായ നീക്കമായി തോന്നുമ്പോൾ മറുവശത്ത് ഉയർന്ന തുകയും പരിമിതമായ ആനുകൂല്യങ്ങളും ഇത് ഒരുതരം തട്ടിപ്പാണോ എന്ന സംശയവും ജനിപ്പിക്കുന്നുണ്ട്. ഒരു റെസിഡൻസ് പെർമിറ്റിനായി ഇത്രയും വലിയ തുക ഈടാക്കുന്നത് അസാധാരണമാണ്. സാധാരണഗതിയിൽ ഇത്തരം പദ്ധതികളിൽ നിക്ഷേപം നടത്തുമ്പോൾ ആ പണം പിന്നീട് തിരികെ ലഭിക്കുകയോ അല്ലെങ്കിൽ അതിലൂടെ ലാഭം ഉണ്ടാക്കുകയോ ചെയ്യാറുണ്ട്. എന്നാൽ ഈ ഗോൾഡ് കാർഡിൽ അങ്ങനെ ഒരു സാമ്പത്തിക ഭദ്രത തിരികെ ലഭിക്കാനില്ല.
ഇത് ട്രംപിന്റെ രാഷ്ട്രീയ ഭാവിയിലേക്ക് ശ്രദ്ധ തിരിക്കുന്നതിനുള്ള ഒരു മാർഗമായും ചിലർ ഇതിനെ കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനത്തിനും തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കും ആവശ്യമായ ഫണ്ട് കണ്ടെത്താനുള്ള ഒരു മാർഗമായി ഇതിനെ വ്യാഖ്യാനിക്കാം. എന്തായാലും ഈ പദ്ധതി ലോക ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. അതിന്റെ ഭാവി എന്തായിരിക്കുമെന്ന് ഉറ്റുനോക്കിയാണ് ലോകം. ട്രംപ് ഗോൾഡ് കാർഡ് ഒരു പുതിയ കുടിയേറ്റ മാർഗമാണോ അതോ സംശയങ്ങൾ നിറഞ്ഞ ഒരു സാമ്പത്തിക ഇടപാടാണോ എന്നതും വരും ദിവസങ്ങളിൽ വ്യക്തമാകും. ഈ പദ്ധതി അമേരിക്കൻ കുടിയേറ്റ നയങ്ങളെ ആഗോള ധനികരുടെ നിക്ഷേപ താൽപര്യങ്ങളെയും എങ്ങനെ സ്വാധീനിക്കുമെന്നും കാത്തിരുന്ന് കാണേണ്ടതാണ്.